MBRന്റെ 7ാമത് ചരമവാർഷികം നവംബർ 9 വീണ്ടും കടന്നു വരികയാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായും നാം ഓരോ ജനാധിപത്യ ബോധമുള്ള ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തെ പ്രവർത്തകരും ഉള്ളിൽ തട്ടി വിഷമിക്കുകയോ അതല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് യഥാർത്ഥത്തിൽ നവംബർ 9 എന്ന MBRന്റെ ചരമദിനം. അതുകൊണ്ട് തന്നെ 2021 നവംബർ 9 MBRന്റെ കേവലം ഒരു ചരമദിനം എന്ന അവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു രക്തസാക്ഷ്യ ദിനമാണ് ഈ നവംബർ 9 എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുന്ന ഒരു മുൻകാല CMB പ്രവർത്തകരും കൂടിയാണ് ഞാൻ. ഇങ്ങനെ പറയുന്നതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയമായ കാരണങ്ങൾ, സൈദ്ധാന്തികമായ കാരണങ്ങൾ സമ്പൂർണമായി വിശദീകരിക്കാനുള്ള സമയപരിധി ഇതിനകത്ത് ഇല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് MBRന്റെ മരണം കേവലം രോഗത്തിൻ്റെയും ജൈവികമായ സംഭവത്തിൻ്റെ മേലെ ഒരു മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്ന പ്രായാധിക്യത്തിൻ്റെയും ഭാഗമായി വന്നിരിക്കുന്ന സ്വാഭാവികമായ മരണമാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സമ്മേളനം നടന്ന പിണറായി പാറപ്പുറം സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായ പാണ്ഡ്യാല ഗോപാലിൻ്റെ മകൻ അങ്ങനെ സംശയിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാനും കൂടിയാണ് ഞാനീ പറയുന്ന വളരെ ചുരുങ്ങിയ ഒരു സമയം ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1986-87 MBR CMB രൂപീകരിക്കുന്നത്. ഈ CMB രൂപീകരിക്കുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് അതിന് മുൻപിൽ ഉണ്ടാതിരിക്കുന്ന ഒരു പിളർപ്പിന്റെ ഭാഗമായിട്ടല്ല ഇതിന് ഞാൻ പറയുന്നത്. മറിച്ച് ഇന്ത്യയിലെ ഏകശിലാ രൂപമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 ആദ്യമായിട്ട് നെടുക പിളരുന്നത്. 1964 നെടുക പിളരുന്നതോടെ ജനാധിപത്യം എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ, ഏറ്റവും ഗൗരവതരമായ, ഏറ്റവും അവശ്യപൂർണമായ ഒരു പ്രയോഗത്തെ, ഒരു വാക്കിനെ നാം എവിടെയെല്ലാം വെച്ച് തടയപ്പെട്ടിരുന്നുവെന്നും അങ്ങനെ തടയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറെ കൂടി വിശാലമായ തലത്തിലേക്ക് പോകാനുള്ള ജനാധിപത്യത്തിന്റെ പുതിയ ഊഷ്മതകളെ കണ്ടെത്താനുള്ള ഒരു സ്വാതന്ത്ര്യബോധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് പോലും രൂപപ്പെട്ടു എന്നതിൻ്റെ ഭാഗവും കൂടിയാണ് 1964 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്നിരിക്കുന്ന പിളർപ്പ്. ആ പിളർപ്പിന്റെ ഭാഗമായി വരുമ്പോൾ വളരെ സുപ്രധാനമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ് എന്താണ് എന്നും ഈ ഗവൺമെന്റിനെ ഡീത്രോൺ ചെയ്ത് അഥവാ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ സാധ്യമാക്കുക എന്ന വളരെ വളരെ എന്താ പറയുക, വളരെ സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യുക എന്നുള്ള ഒരു സംശയത്തിന്റെ മേലെയാണ്. പക്ഷേ ഈ സംഭവത്തിന്റെ ഭാഗമായി 1964 പാർട്ടി കൊടുക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല എന്ന വിഷയം ഉന്നയിച്ചയാൾ സാക്ഷാൽ AKG ആണ്. ഈ ആർക്കെതിരായാണോ ഉന്നയിച്ചത് അത് ഡാങ്കയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണവുമാണ്. ഈ ഗുരുതരമായ ആരോപണത്തിന്റെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുന്നു. ശരിക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായിരിക്കുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ചില ബീജങ്ങൾ അതിനകത്ത് ഉദയം കൊള്ളുകയോ പിറവിയെടുക്കുകയോ ചെയ്യുന്നു. അതിന്റെ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ വിഷയത്തിലേക്കൊന്നുമല്ല ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ 1964 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക പുലർന്നതോടെ ഒന്നിച്ചുള്ള സഖാക്കൾ, ഒരു പായിൽ കിടന്നിരിക്കുന്ന സഖാക്കൾ, ഒന്നിച്ച് ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സഖാക്കൾ, ഒന്നിച്ച് സങ്കടങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സഖാക്കൾ പാർട്ടി പിളർന്നതോടെ ശത്രുതാപരമായ ചേരിയിലേക്ക് മാറുകയാണ് ചെയ്തത്. ശത്രുതാപരമായ ചേരി എന്ന് പറയുമ്പോൾ കേവലമായ ശത്രുതയല്ല, വ്യക്തി വൈരാഗ്യത്തിന്റെ വിഷയത്തിലേക്ക് ഈ സംഭവത്തെ മാറ്റി തീർക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മാറ്റി തീർക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു സംഘടനാ ക്രമീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല, അത് സഖാവ് ട്രോട്സ്കി ആയിരുന്നു.
ട്രോട്സ്കിയെ പിന്നീട് സ്റ്റാലിൻ ആളുകളെ വിട്ടു. മെക്സിക്കോയിൽ വെച്ച് അദ്ദേഹത്തെ മഴുകൊണ്ട് വെട്ടിക്കൊല്ലാൻ ഏർപ്പാടാക്കുകയും മഴുകൊണ്ട് അദ്ദേഹം കൊലയപ്പെടുകയും ഒക്കെ ചെയ്ത് ചരിത്രത്തിലെ സ്വാഭാവികതയായ സംഭവമാണ്. ഞാൻ മറ്റൊരു ഏതൊരു ഘട്ടത്തിനകത്ത് ഇതുപോലെ ഒരു സംവാദത്തിനകത്തോ ചർച്ചക്കകത്തോ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ട്രോട്സ്കി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വേച്ഛാധിപത്യത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സംഘടനയുടെ ശരീരമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അതായത് സ്വേച്ഛാധിപത്യത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സംഘടനയുടെ ശരീരമാണ് പാർട്ടി എന്നാണ്. ഈ സംഘടനയുടെ ശരീരമാണ് പാർട്ടി എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് 1986-87 പുറത്താക്കപ്പെട്ടിരിക്കുന്ന MVR 40 വർഷത്തിന്റെ ഒരു കാലയളവിനകത്ത് വെച്ച് ഒരുപക്ഷെ ഒരു മനുഷ്യന് പോലും പറഞ്ഞാൽ ബോധ്യപ്പെടുകയോ വിശ്വസിക്കുകയോ ആവാത്ത വിധത്തിലുണ്ടായ സങ്കീർണമായിരിക്കുന്ന രോഗബാധിതനായി MVR മരിക്കുന്നു എന്ന് പറയുന്നത്. MVR ദീർഘകാലമായി രോഗം ബാധിച്ച് കിടന്നിരിക്കുന്ന ഒരാളെന്നല്ല ഞാൻ ആ സംഭവത്തെ കാണുന്നത്. മറിച്ച് ഒരു ഘട്ടമെത്തുമ്പോൾ MVR എന്താകുന്നത്, MVRന്റെ ബോഡി, അതായത് പെൻഡുലത്തിന്റെ മുകളിൽ വരുന്ന ഡിസ്ലൊക്കേഷൻ വരുന്ന പോലെ MVR ആകെ ജോൾട്ട് ചെയ്യപ്പെടുകയാണ്. ഈ ജോൾട്ട് ചെയ്യപ്പെടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ MVRന്റെ ശരീരത്തിനകത്തേക്ക് സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്ത് എന്നതാണ് ഒരു ഒന്നാമത്തെ വിഷയം. ഇത് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അതിൽ ഒരു കാര്യം, ഒരു മനുഷ്യനെ നിരന്തരമായ പീഡനത്തിന് വിധേയമാക്കുക, സമ്മർദ്ദത്തിന് വിധേയമാക്കുക. ഈ സമ്മർദ്ദത്തിനും പീഡനത്തിനും വിധേയമാക്കപ്പെടുമ്പോൾ അയാളുടെ ശാരീരികമായ ചലനങ്ങൾ, മസ്തിഷ്കത്തിന്റെ നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ താളം തെറ്റും. ഇങ്ങനെ താളം തെറ്റിപ്പോകുന്ന പരീക്ഷണം നടത്തിയിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രൂരനും ഏറ്റവും നിഷ്ഠൂരനുമായിരിക്കുന്ന ഒരു ഏകാധിപതിയായി നാം പലരും ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത് ഹിറ്റ്ലറെയാണ്. ഇതിന് സമാനമായ അവസ്ഥയെ പിന്നീടാണ് ഞാൻ വായിക്കുന്നത്, അത് സ്റ്റാലിനായിരുന്നു. ഈ രണ്ട് സംഭവം കൂടി ചേർന്നിരിക്കുന്ന ഒരു വിരാട് പുരുഷൻ അല്ലെങ്കിൽ വിരാട് പുരുഷന്മാർ നടത്തിയിരിക്കുന്ന അതിഭീകരവും പൈശാചികവും നൃശംസീയവുമായിരിക്കുന്ന രൂക്ഷവുമായ ആക്രമണത്തിന്റെ കൃത്യമായിട്ടുള്ള ബലിയാടാണ് MVR എന്നാണ് എൻ്റെ പക്ഷം. ഈ പക്ഷത്തിന്റെ മേലെ സംസാരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംവേദിക്കാനും തർക്കിക്കാനും പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഞാൻ ഈ സാധനം പറയുന്നത്. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ MVRന്റെ 7ാമത്തെ ചരമവാർഷികമല്ല ഈ നവംബർ 9, മറിച്ച് അത് MVRന്റെ 7ാമത്തെ രക്തസാക്ഷി ദിനമാണ് എന്നതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. ഇനി ഇതിന് ഉപോത്ബലകമായി പറയുന്ന മറ്റൊരു കാര്യം, ഇതും എൻ്റേത് മാത്രമായ നിഗമനമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്പുറത്ത് 1939 രൂപീകരിക്കപ്പെടുമ്പോൾ ആ രൂപീകരിക്കുന്നതിനകത്തെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ. പി കൃഷ്ണപിള്ളയുടെ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ടക്മാൻ എന്നല്ല, ശരിക്കും ഡാഗ്മാൻ എന്ന് പറയുന്ന പാണ്ഡ്യാലയുടെ മകനാണ് ഞാൻ. പാണ്ഡ്യാല മരിക്കുന്നത് 2000 ഓഗസ്റ്റ് 19 പി കൃഷ്ണപിള്ള മരിച്ചിരിക്കുന്ന അതേ ദിവസമാണ് എൻ്റെ അച്ഛനും മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന് 80 വയസ്സായിരുന്നു. പക്ഷെ 80 വയസ്സാണെങ്കിൽ പോലും അരോഗതൃഗാത്രനും ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ പോലും നിൽക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കരുത്തും നിശ്ചയദാർഢ്യവും എല്ലാം ഉണ്ടായിരിക്കുന്ന എൻ്റെ അച്ഛൻ സമ്പൂർണമായി ആ അർത്ഥത്തിൽ നിന്നെല്ലാം പരാജിതനായിരുന്നു. പരാജിതനാവാനുള്ള കാരണം 986 CMB ഉണ്ടായിരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഞാൻ സ്വാഭാവികമായിട്ടും CMBയുടെ പ്രവർത്തകനായി. ഈ CMBയുടെ പ്രവർത്തകനായി തീർന്നപ്പോഴാണ് പാണ്ഡ്യാലയുടെ മകൻ CMB പ്രവർത്തകനായി എന്നത് നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിൽ ലാഘവത്തിൽ കാണുന്നത്. ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യവും ഉണ്ടാവില്ല. അത് ഉണ്ടാവാത്തതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരുപാട് ഘടകങ്ങൾ വേറെ കിടക്കുന്നുണ്ട്, അതല്ല വേറെ വിഷയം. ഇത്തരം ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് ഏതാണ്ട് ഒരു 10-35 കൊല്ലങ്ങൾക്ക് 40-40 കൊല്ലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപല്ലേ, അപ്പൊ അങ്ങനെ ഒന്ന് വന്നപ്പോൾ അതിൽ പാണ്ഡ്യാല സ്വാഭാവികമായിട്ടും ഒന്ന് പറക്കും. പക്ഷേ അവന് ശരിയാണെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അവൻ പറയുന്നു എന്ന് പറയാനുള്ള ജനാധിപത്യ ബോധം പാണ്ഡ്യാലക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ പല നേതാക്കന്മാരും നിർഭാഗ്യവശാൽ അത് പരിഗണിക്കാതെയാണ് നേതാക്കന്മാരായി തുടർന്നിരുന്നത്. ചരിത്രത്തിലെ മറ്റൊരു വിധിവൈപരീത്യമാണ്. അതുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഫലമായി സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ പഠിക്കുകയാണ്. പഠിക്കുന്നത് തന്നെ എനിക്ക് സാധാരണ കോളേജിൽ പോകുമ്പോൾ തരുന്ന പൈസയുണ്ട്. എൻ്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ ആ പണം അങ്ങ് റദ്ദു ചെയ്തു. തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഇറാഖിലെ സദ്ദാം ഹുസൈനെ
അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പെട്ടുപോയിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അത്തരമൊരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടുപോയി. ഈ പെട്ടുപോയ സമയത്ത് പോലും എനിക്ക് വേണ്ടുന്ന ഭക്ഷണമാവട്ടെ, മറ്റ് ആഹാര പദാർത്ഥങ്ങളാവട്ടെ, ഇതെല്ലാം വളരെ ഭംഗിയായി എൻ്റെ അച്ഛൻ നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ ചെയ്യുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്യും, ഞാൻ പലപ്പോഴും മറ്റാരടത്തെങ്കിലും ചിലപ്പോൾ പൈസമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറ്റിയിരിക്കുന്ന അനുഭവത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പിൻബലത്തിൽ എനിക്ക് ശരിയാണെന്ന രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. കാലം കുറച്ചുകൂടി കഴിഞ്ഞു AKG സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തിൻ്റെ മേലെയാണ് ഞാൻ ഒരു ഫെബ്രുവരി മാസം അതിഭീകരമായി അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സംഘാടകനായ, അതെല്ലാം ഇപ്പോൾ ചരിത്രത്തിനകത്ത് ചില ആളുകൾക്ക് മാത്രമേ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു ചരിത്ര സന്ദർഭത്തിനകത്ത് സ്വാഭാവികമായിട്ട് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്രമിക്കപ്പെടുകയും ഈ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന സംഗതിയുടെ മേലെയായി വളരെ മോശമായ ആശുപത്രിയിൽ ഞാൻ ചികിത്സയിലാവുകയും ചെയ്തു. ഞാൻ മരിക്കുമെന്നൊരവസ്ഥ വന്നു. മരിച്ചു എന്ന് പത്രങ്ങളിൽ, മുഴുവൻ മലയാള പത്രങ്ങൾക്കകത്തും ഇംഗ്ലീഷ് പത്രങ്ങൾക്കൊന്നും വാർത്ത വന്നു, ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ സാധനം വന്നു. ബ്രൂട്ടലി അറ്റാക്ക്ഡ് ഹി വാസ് കിൽഡ് എന്ന് പറയുന്ന വാർത്ത വന്നു. ഈ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് അച്ഛനായാലും കരയും, സങ്കടപ്പെടും. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിർലാസ് കോഡിന്റെ ആളാണ്, പ്രമാണിയാണെന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. കാരണം മകനെന്ന് പറയുമ്പോൾ, രക്തബന്ധം എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഉൾക്കടച്ചിലുണ്ടാവും. ആ ഉൾക്കടച്ചിലിന്റെ മേൽ സങ്കടം ഉണ്ടായി അച്ഛനും സ്വാഭാവികമായിട്ട് പിടഞ്ഞു വന്നു. ഈ പിടഞ്ഞിരിക്കുന്ന പിടച്ചിൽ അവിടെ നിൽക്കവേ തന്നെ എന്നെ കാണാൻ വരികയും പിന്നീട് ഞാൻ പലരെയും തിരിച്ചറിയാൻ കഴിയാതെയും അച്ഛനെ തിരിച്ചറിയുകയും ഞാൻ ജീവിതത്തിൽ തിരിച്ചു പിടിക്കുകയും ചെയ്തൊരു ചിത്രം ഉണ്ടായി. ഈ ചിത്രം ഉണ്ടാകുമ്പോൾ പോലും എൻ്റെ അച്ഛൻ്റെ മനസ്സിനകത്തൊരു മാറാത്ത മുറിവായിരുന്നു. പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്, പിണറായി എന്ന് പറയുന്നത് ചിലവരുടെ ധാരണ, പിണറായി എന്ന് പറയുന്നത് ചില ആളുടെ പേരാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന നമ്പർ 1 വിഡ്ഢികൾ ഈ ലോകത്തിലുണ്ട്. പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അത് വളരെ മാന്യമായ ജനാധിപത്യ പ്രക്രിയയുള്ള, ഏറ്റവും മനോഹരമായ ഊഷ്മളതയിലുള്ള, സംവാദങ്ങളുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ ഇടമുള്ള ഒരു സ്ഥലമായിരുന്നു വാതിൽ പിണറായി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തെ ജനാധിപത്യം എന്ന സംഭവത്തിന് കടന്നു കയറാൻ ഇടയില്ലാത്ത ഒരു സ്പേസിലേക്ക് മാറ്റി തീർത്തതിൻ്റെ ഒരു 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 പുനർനാമകരണമായി പിണറായിയെ മാറ്റി തീർത്തു എന്നതാണ് ഈ ആധുനിക കേരളത്തിനകത്ത് വർത്തമാന കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും കൂടിയാണ് എന്ന് ഇതിനിടയിൽ ഞാൻ അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ജനാധിപത്യം മരിക്കുക എന്ന് പറയുന്നിടത്ത് വെച്ചെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവും എന്നർത്ഥം. ഇല്ലാതാവും. ഇത്തരമൊരു സംഘർഷത്തിന്റെ ഭാഗവും കൂടിയാണ് 2000 ഓഗസ്റ്റ് 19 വൈകുന്നേരം രാവിലെ എൻ്റെ അച്ഛൻ പി കൃഷ്ണപിള്ളയുടെ ചരമദിനത്തിന് സ്വാഭാവികമായും സാധാരണയായി പങ്കെടുത്തിട്ട് അതിൻ്റെ പതാക ഉയർത്തുന്നത് പാണ്ഡ്യാലയാണ്. അന്ന് പാണ്ഡ്യാല പതാക ഉയർത്തി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പാടി, പാണ്ഡ്യാലയാണ് പാടുന്നത്, ആ ഇന്റർനാഷണൽ പാടി അന്ന് പാണ്ഡ്യാല പറഞ്ഞതായി അതിനകത്തുള്ള ചില ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഇത് പറയാൻ മാത്രം ഉണ്ടാവുന്ന ഒരു സങ്കീർണത ഒരാളുടെ മനസ്സിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിനകത്ത് ഒരു പാർട്ടി തൻ്റെ കൂടെ ചോരയും നീരകും ഉണ്ടാക്കിയതൊരു പാർട്ടി ചെയ്യുമ്പോൾ ആ പാർട്ടി നടത്തുന്ന ക്രൂരതയുടെ ബലിയാടും കൂടിയായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു. അല്ലെങ്കിൽ ഞാനതൊരു പ്രസ്താവന നടത്തുന്നു. ഈ പ്രസ്താവനയുടെ ഏറ്റവും തീവ്രവും ശക്തവുമായിട്ട് അതൊരു ഉദാഹരണമാണ് കേരളത്തിനകത്തെ ഏറ്റവും മികച്ച സംഘാടകൻ, ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള നേതാവ്, ഇതെല്ലാമായിരിക്കുന്ന അതോടൊപ്പം തന്നെ എന്താ പറയുക, ഏറ്റവും മനോഹരമായ കാരുണ്യം വഴിഞ്ഞൊടുക്കുന്ന ഒരു മനുഷ്യത്വത്തിന്റെ രൂപം, ഇതെല്ലാമാണ് അതിൽ MBR. അതിന്റെ ഒരു ചിത്രം എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ചിത്രം ഞാൻ അത് വിശദീകരിക്കാം. ഇങ്ങനെ വരുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് അൽഷിമേഴ്സ് ഒരു ഭാഗത്ത് വരുന്നു, മറുഭാഗത്ത് വരുന്നു പാർക്കിൻസൺ വരുന്നു. ഈ രണ്ട് രോഗങ്ങളും ഒരുപോലെ ഒരു നിമിഷത്തിനകത്ത് മുമ്പ് സന്നിവേശിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നാട്ടിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ നേരെ ചെലുത്തുന്ന അമിതമായ സമ്മർദ്ദത്തിന്റെ, അമിതമായ ഭീഷണിപ്പെടുത്തലുകളുടെ ഇതിൻ്റെ എല്ലാം ഫലമായി രൂപം കൊള്ളുന്ന ഒരു ഭയാനകമായ ചിത്രത്തിന്റെ മേലെ ഭാഗമാണ് വാസ്തവത്തിൽ MBR പെട്ടെന്ന് തന്നെ മരിച്ചത്. മറ്റല്ലാതെ MBR കേവലമായൊരു മരണമായിരുന്നില്ല എന്ന് സ്ഥിരീകരിക്കാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, MBRനെ 1986-87 പുറത്താക്കുന്നു. ഈ പുറത്താക്കുന്ന സമയത്ത് ഏറ്റവും ഗംഭീരമായും പറഞ്ഞിരിക്കുന്ന ഒരാളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്.
രണ്ടാമത് VS അച്യുതാനന്ദൻ, മൂന്നാമത് വരുന്ന ആളാണ് പിണറായി വിജയൻ. ഇയാളെന്നൊന്നും ഒന്നുമല്ലെന്നേ. ഇയാളന്ന് നിലവിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക, കണ്ണൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമാണ്, നത്തിങ് മോർ, മറ്റൊന്നുമല്ല അദ്ദേഹം, ഒന്നുമല്ല. എന്നാൽ ചടയം കുഞ്ഞാട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയിലായിരുന്നു. പക്ഷേ MBR പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതോടെയാണ് നമ്മുടെ ഒരു മഴക്കാലത്ത് ചിലപ്പോൾ എന്താ പറയുക, പ്രളയം ഉണ്ടാകുമ്പോൾ വന്നിരിക്കുന്ന മാലിന്യങ്ങളുടെ ഒരു കുത്തൊടുക്കുണ്ടാവും. ചില സ്ഥലത്ത് വന്ന് അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൂമ്പാരങ്ങൾ മാത്രമായി ഈ പാർട്ടി വാസ്തവത്തിൽ മാറുകയാണ് ചെയ്തത്. അങ്ങനെ വന്നതിലൂടെ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളാണ് പലരും PV മെമ്പർമാരായി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിംഗ് ബ്യൂറോ മെമ്പർ എന്നെല്ലാം പറയുമ്പോൾ അതിന് കൃത്യമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്, അതിൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ തലങ്ങളുണ്ട്, അത് രാഷ്ട്രീയമായിട്ട് ഔന്നത്യങ്ങളുണ്ട്. ഇത്തരം രാഷ്ട്രീയ ഉന്നതങ്ങളും തലങ്ങളും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് ഈ സംഗതി മാറുന്നതിന്റെ ഏറ്റവും പരിഹാസ്യമായ മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ കേരളത്തിനകത്തെ ഏറ്റവും പ്രബലമായ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം വന്ന് കയറിയിരിക്കാനുള്ള സ്ഥലമൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അങ്ങനെ ധരിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു എന്നാണ്. എന്തിനാണ് അവർ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വരുന്നത്? അപ്പുറത്ത് അധികാരം കിട്ടാൻ സാധ്യതയില്ല എന്നും ഇപ്പുറത്താണ് അധികാരം നിലനിൽക്കാനുള്ള സാധ്യത എന്നും ഈ സാധ്യതക്കകത്ത് എനിക്കെന്തെല്ലാം ലാഭം കിട്ടുമെന്നുള്ള ചോദ്യത്തിന്റെ വിഷയമാണ്. ഈ വിഷയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ആളുകളെ അബ്സോർവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക വലിച്ചെടുക്കാനുള്ള ഒരു ഫ്ലോട്ടിംഗ് പേപ്പർ ആയിക്കൂടാ ഒരിക്കലും ഒരു രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാനൊന്നുമില്ല, ഒരു സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിന്റെ ഒരു ഫലമായി സംഭവിക്കുന്ന മറ്റൊരു ദുരന്തം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായി തീരുകയാണ്, ഒന്നുമല്ലാതായി തീരുക. ഇവിടെ വരുന്ന രണ്ടാമത്തെ ഒരു വളരെ ഗൗരവതരമായ ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുചിത്രത്തിനകത്തിന്റെ സമഗ്രത എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. സമഗ്രത എന്താണ്? ആ സമഗ്രത എന്താണെന്ന് ചോദിച്ചാൽ പറയാവുന്ന ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, വട്ടപൂജ്യമാണെന്നാണ് പറയാൻ പറ്റും. വട്ടപൂജ്യമാണ്. കാരണം ബൗദ്ധികമായ തലത്തിൽ ഒരു സംഭാവനയും നൽകാൻ കഴിയാത്ത നിരാലംബമായി പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ഒരു സംഭാവന നൽകിയിട്ടില്ല. ഈ നൽകാൻ കഴിയാത്തതിന്റെ ഒരു ഉദാഹരണമാണ് 1943 കോമിന്റേൺ പിരിച്ചുവിടുന്നത്. കോമിന്റേൺ പിരിച്ചുവിടാൻ ആലോചിക്കും. കോമിന്റേൺ ഇന്റർനാഷണൽ പിരിച്ചുവിടാൻ ആലോചിക്കുകയും 40 പിരിച്ചുവിടുന്ന ഒരു ഘട്ടമാകും. 41 പിരിച്ചുവിടുന്ന ഘട്ടമാകുമ്പോൾ 45 രണ്ടാം ലോകയുദ്ധം അവസാനിക്കുകയാണ്. ഈ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുമ്പോഴത്തേക്കും 43 എന്ന് പറഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ട്രാജഡി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരാൾ പോലും വില കൽപ്പിക്കാത്ത വിധത്തിലേക്ക് അത് നിരാധാരമായി പോയിരുന്നു, നിരാധാരമായി തീർന്നിരിക്കുന്നു. ഈ നിരാധാരമായി തീർന്നിരിക്കുന്ന ഒരു വസ്തുതയെ നാം എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളതാണ് MBRന്റെ ഈ 7ാമത് ചരമവാർഷിക ദിനത്തിൽ നാം അന്വേഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ഘടകം. ഇത്തരം ഒരു ഘടകത്തെ ഒന്നും അന്വേഷിക്കാതെ ഇവ മുഴുവൻ തന്നെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോവുകയാണ്? ശരിക്കും ഒരു കേവലമായ ഒരു മിലിറ്ററിയുടെ സൈനികതയുടെ നിഗൂഢതയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സൈനികത നിഗൂഢതയിലേക്ക് ഒരു സംഘടനയെ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് അതിൽ ജനാധിപത്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ മിലിറ്ററിക്കകത്ത് ജനാധിപത്യം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, ഉണ്ടാവില്ല. സംഘപരിവാറിനകത്ത് ജനാധിപത്യം വേണമെന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ, അസാധ്യമാണ് സാധനം.